വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളും വീണ്ടും വീണ്ടും കൂടി വരികയാണ്. നമ്മൾ പല വീഡിയോകളും ചെയ്തു കഴിഞ്ഞു. ഇന്നും ഒരാളെ കാട്ടാന കൊന്നതിനെ സംബന്ധിച്ചുള്ള വാർത്ത കണ്ടു. നമുക്ക് കേവലം ഒരു വാർത്തയായിട്ട് തള്ളിക്കളയാൻ കഴിയുന്നില്ല. കാരണം ഒരു കുടുംബം, അല്ല ഒരു വ്യക്തി, ഒരു സമൂഹം, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന സംഗതികളാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിലെ ഒരാൾ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഇവരാരും കാട്ടാനെ വെടിവെച്ച് കൊന്നതിൻ്റെ കൊമ്പെടുക്കാൻ പോയവരോ അല്ലെങ്കിൽ തടി വെട്ടാൻ പോയവരോ ഒന്നുമല്ല. സാധാരണ കൃഷിക്കാരനും അല്ലെങ്കിൽ വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ആളുകളൊക്കെയാണ്. ഈ ആന ആളുകളെ കൊല്ലുന്നതിനെ സംബന്ധിക്കുന്നൊരു വാർത്തയേ അല്ല. പത്രത്തിലൊക്കെ ചെറിയ ഒരു ചരമക്കോളം പോലെ ഒരു വാർത്തയായിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ സംഘടിക്കേണ്ടത് ഇവിടുത്തെ കൃഷിക്കാരാണ്. കൃഷിക്കാർ സംഘടിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. ഇനി രാഷ്ട്രീയ തീരുമാനങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം ഇത് അവർക്ക് വലിയ പ്രാധാന്യമുള്ള സംഗതികൾക്ക് ഉള്ളതല്ല. അവർക്ക് അധികാരങ്ങൾ മാത്രമാണ്. ഇത് ചെയ്യേണ്ട സംഗതികൾ കോടതികളിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ അനുസരിച്ച് കോടതികളിൽ ഇത് സംബന്ധിച്ച് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അത് കൃഷിക്കാരെല്ലാവരും ഇവിടെ ഒന്നിച്ച് സംഘടിക്കുകയും അതിന് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ കണ്ടു പത്തനംതിട്ട നഗരത്തിലൂടെ കാട്ടുപന്നി ഓടുന്നതിനെക്കുറിച്ച്. പത്തനംതിട്ട നഗരത്തിലൂടെ കാട്ടുപന്നി സ്വൈര്യവിഹാരം നടന്നു. ഇത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു കണക്കുമില്ല. കൂടി കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാം അഴിഞ്ഞാടാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കയറി ഉപദ്രവിക്കാനുള്ള ഒരു അനുവാദം കൊടുത്തിരിക്കുന്ന ഒരു രീതിയാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ശരിക്ക് നിയമ സംവിധാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എംപിമാരോ MLAമാരോ മുതിർന്ന നേതാക്കളൊക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് നിയമം മാറ്റി എഴുതണം. നിയമങ്ങൾ എപ്പോഴും മാറ്റില്ലേ? ഇന്ത്യൻ ഭരണഘടന എത്ര പ്രാവശ്യം ഭേദഗതി വരുത്തി? എന്തുകൊണ്ടാണ്? ആദ്യകാലത്തെ ഭരണഘടന മാത്രം മതിയായിരുന്നല്ലോ. പിന്നെ ഇതിനെ ഭേദഗതി വരുത്തിയത് ആവശ്യമനുസരിച്ച് ഭേദഗതി വരുത്തേണ്ട ആവശ്യമുണ്ട്. ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. നിയമങ്ങൾ മുഴുവൻ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മൃഗങ്ങൾക്കും കുറ്റവാളികൾക്കും വേണ്ടിയാണ്. ഒരു കുറ്റവാളിയെ പോലീസ് പിടിക്കുകയോ അവനെ തല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ മനുഷ്യാവകാശ പ്രവർത്തകർ വരും. ഒരു 10-16 വയസ്സുള്ള ഒരു കുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ആൺകുട്ടി ആയിക്കോട്ടെ, ബലാത്സംഗം ചെയ്യുകയോ രണ്ടുപേരെ കൊല്ലുകയോ ചെയ്താൽ പോലും അത് കുറ്റകരമല്ല. അവിടെ ബാലാവകാശ കമ്മീഷൻ വരികയാണ് ചെയ്യുന്നത്. ഒരു 10-16 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരാളെക്കുറിച്ച് നുണ പറഞ്ഞു അയാൾ ജയിലിലായി കഴിഞ്ഞാൽ അയാൾ നിരപരാധിയായിരിക്കാം. പക്ഷേ ആ പെൺകുട്ടിയുടെ പേരോ ഫോട്ടോയോ പത്രത്തിൽ വരാൻ പറ്റത്തില്ല, പരസ്യപ്പെടുത്താൻ പറ്റത്തില്ല. ഇതൊക്കെ എന്ത് നിയമങ്ങളാണ്? ഇവിടെ അതുപോലെയാണ്. കാട്ടുമൃഗങ്ങൾ കയറി ആക്രമിച്ച് മനുഷ്യനെ കൊല്ലുന്നു. മനുഷ്യൻ ജീവനും കൊണ്ട് ഓടുകയാണ്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം മേടിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള ഗവൺമെൻറ് ജീവനക്കാരെന്ന് മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള വരുമാനങ്ങളുണ്ടാകും. MPമാരായിരിക്കാം, MLAമാരായിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിൻ്റെ അംഗങ്ങളായിരിക്കാം. അവർക്കൊക്കെ 50,000 രൂപ പെൻഷനോ മറ്റു കാര്യങ്ങളോ ഉള്ളൂ. അവർക്കൊന്നും ജീവിതത്തിന് ഒരു പ്രശ്നമേ അല്ല. പ്രശ്നം അടിസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കുന്ന കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഈ കൃഷിക്കാരൻ കഷ്ടപ്പെട്ട് വിളവെടുത്ത് അതാണ് ഈ ഒരു രാജ്യത്തിൻ്റെ, കേരളത്തിൻ്റെ മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ തന്നെയാണ്. കൃഷിക്കാരൻ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൃഷിക്കാർ മലയോര മേഖലകളിൽ നിന്നെല്ലാം കൃഷിക്കാർ സ്ഥലം കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് നഗരങ്ങളിലേക്ക് പോരുക എന്നുള്ളതാണ്. അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ജീവനേക്കാൾ വലുതൊന്നുമില്ലല്ലോ. സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ആളുകൾ നാട്ടിൽ എന്ത് തൊഴിൽ കണ്ടെത്തും? ഇവിടെ എന്ത് തൊഴിലാണുള്ളത്? സ്വാഭാവികമായിട്ട് അവരുടെ മക്കളൊക്കെ ഇന്നത്തെ നഗരങ്ങളിലെ പലരും ചെയ്യുന്ന പോലുള്ള മറ്റ് നിയമവിരുദ്ധ തൊഴിലിലേക്ക് പോകാൻ അത് ഇടയായിത്തീരും എന്നാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൃഷിക്കാർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. വന്യമൃഗങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുക. ചുമ്മാ പത്രത്തിലോ TV യിലോ വന്നിരുന്നുകൊണ്ട് ഞങ്ങൾ 10 ലക്ഷം രൂപ കൊടുത്തില്ലേ,
10 ലക്ഷം രൂപ കൊടുക്കും, അല്ലെങ്കിൽ അവിടെ ഇലക്ട്രിക് വേലി കെട്ടും, കിടങ്ങ് ഉണ്ടാക്കും, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. ഇവിടെ ജീവൻ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നഷ്ടപ്പെട്ടു പോകുന്ന ജീവൻ ഇനിയെങ്കിലും ആർക്കും അങ്ങ് ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മക്കളെ എങ്ങനെ ജീവിക്കും? 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്തിനുണ്ട്? 10 ലക്ഷം അതാണോ ഒരു ഒരു പിതാവോ ഒരു മകനോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബത്തിന് ഉള്ള നഷ്ടമെന്ന് പറയുന്നത്? തീർച്ചയായിട്ടുമല്ല. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതനുസരിക്കുന്നില്ലെങ്കിൽ അഥവാ പിന്തുണ നൽകുന്നില്ലെങ്കിൽ കൃഷിക്കാർ, മലയോര കർഷകരും മറ്റു കൃഷിക്കാരും നല്ല ജനസമൂഹവും ഇത് ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കൂട്ടായ്മയിലേക്ക് എല്ലാവരും കൂടെ വന്ന് ഒന്നിച്ച് നിന്നുകൊണ്ട് അല്പം പൈസ മുടക്കിയാലും വേണ്ടില്ല, കോടതിയിൽ പോയാലും വേണ്ടില്ല, ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഞാൻ മുൻപും ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ ഒരു ചരമക്കോളത്തിൽ വിട്ട് പോവുകയാണ് പത്രങ്ങളൊക്കെ. അതുകൊണ്ട് ഇതിപ്പോലുള്ള വിവരങ്ങൾ നിങ്ങൾക്കിതുപോലുള്ള 100 അനുഭവങ്ങൾ എന്നെക്കാളുണ്ട്. അതുകൊണ്ട് അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വിഷയങ്ങൾ ഇനിയും അവതരിപ്പിക്കാൻ കഴിയട്ടെ. ഞാൻ ഈ ചാനൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് ഈ വിഷയം എത്തിക്കാൻ കഴിയും. മറ്റുള്ള ആളുകൾക്കൂടെ ഷെയർ ചെയ്യാനായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നു.